ഇവന്മാരൊക്കെ എന്താ ഉണ്ടാക്കാൻ കിടക്കുമോ ഇവന്മാരെ കൊച്ചുമക്കളെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടോ? ഒരു രോഗിയെ കൊണ്ടുവരാൻ ആരുമില്ല. ഞങ്ങളെ അങ്ങോട്ട് കടത്തി വിടുന്നുമില്ല. ഇതാണ് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ. വണ്ടി പാർക്കിംഗ് ഇല്ല. ഒരു ആംബുലൻസ് കയറി വന്നു കഴിഞ്ഞാൽ സൗകര്യമായിട്ട് ഇടാൻ ഒരു പാർക്കിംഗ് ഇല്ല. ഇത് ആർക്കാണ്ട് വേണ്ടി, കുറേ ലോബികൾക്ക് വേണ്ടി മാറ്റം ഇവിടുത്തെ പാവം പിടിച്ച ജനങ്ങൾക്ക് നീതി കിട്ടണം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. പറഞ്ഞിട്ട് കാര്യവുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതെല്ലാം അഴിമതി പോലെ നടക്കുന്നത്. ചോദിക്കാൻ ഡോക്ടറുമില്ല, ഇവിടെ MP ഇല്ല, MLA ഇല്ല, ഒരുത്തരുമില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പറയാതിരിക്കുമോ ഭേദം. ഒന്നും ബാത്റൂമിലൊന്ന് പോകാനോ കുളിക്കാനോ ഒന്നും ഒക്കാത്തൊരു സാഹചര്യം വരുന്നു അവിടെ. ഈ ബീഡി വലിയും കഞ്ചാവ് വല്ലമായിരിക്കും, എനിക്കതൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. ആ ഒരു ബാത്റൂം ഭാഗത്തോട്ട് പെണ്ണുങ്ങൾക്ക് ചെല്ലാനൊക്കത്തില്ലായിരുന്നു. ഇതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമായ ആറന്മുളയിലെ പ്രധാനപ്പെട്ട ആശുപത്രി, ജനറൽ ആശുപത്രി. അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വീണ ജോർജിൻ്റെ ആറന്മുള മണ്ഡലത്തിൽപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ ആശുപത്രിയാണ്, ഗവൺമെൻറ് ജനറൽ ആശുപത്രിയാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മറ്റേ ഈ കൈക്ക്, രണ്ട് കൈക്ക് സുഖമില്ല, വിരൽ സുഖമില്ലാതെ ഞാനിവിടെ പ്രൈവറ്റിലൊക്കെ 100 കാണിക്കായിരുന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പൈസ മുടക്കില്ലാതാണ് നമ്മൾ ഈ 100 ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളി ആശുപത്രി. ഇവിടെ ആവശ്യത്തിന് മരുന്നുണ്ടോ അതോ പുറത്തുനിന്ന് വാങ്ങേണ്ട? ഇല്ല, മാക്സിമം മരുന്ന് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ പുറത്ത് വാങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യം മരുന്നുകളൊക്കെ തന്നെ ഇവിടെ? നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള ചില മരുന്നുകൾ, കുറവുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇവിടുത്തെ ഡോക്ടർമാരുടെ ജീവനക്കാരുടെയൊക്കെ നിങ്ങളോടുള്ള സമീപനം? ഹോസ്പിറ്റലിലെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ നല്ല വൃത്തിയാണ്, ക്ലീനാണ്. അപ്പോൾ എത്ര നേരം നിങ്ങൾക്ക് ഇവിടെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടറെയൊക്കെ ഒന്ന് കാണാനും മരുന്നിന്? ഡോക്ടറൊന്നും കാണാൻ വലിയ ക്യൂ ഒന്നുമില്ല. അത്ര വലിയ ക്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചില സമയങ്ങളിലൊക്കെ അത് സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഇതൊക്കെ വരുന്നത്. ഒരു രോഗിയെ കൊണ്ടുവരാൻ ആരുമില്ല. ഞങ്ങളെ അങ്ങോട്ട് കടത്തി വിടുന്നുമില്ല. ഇതാണ് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ. അതായത് ഇപ്പം രോഗി വൃക്ക പോയ രോഗിയാണ്. വൃക്ക പോയ രോഗിയെ ഇപ്പം ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി ഞങ്ങളിപ്പം ICയിലോട്ട്, സ്കാൻ സെൻ്ററിലോട്ട് കയറ്റി. ഇനി ഞങ്ങൾ തന്നെ എടുത്ത് ഈ 3ാമത്തെ നില കൊണ്ടുപോകണം. ഇതാണ് ഈ ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം. അതും വീണ ജോർജിൻ്റെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടെ. ഇതാണ് നമുക്ക് ജനം തരുന്ന, ഇല്ലെങ്കിൽ ജനം നമുക്ക് ഓരോ വോട്ട് കുത്തുന്നതിന് തരുന്ന പുണ്യം ഇതാ. അത്രേ പറയുന്നുള്ളൂ. ഇപ്പം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇതിനകത്ത് അടിസ്ഥാന സൗകര്യം ഉണ്ടാവും. വണ്ടി പാർക്കിംഗ് ഇല്ല. ഒരു ആംബുലൻസ് കയറി വന്നു കഴിഞ്ഞാൽ സൗകര്യമായിട്ട് ഇടാൻ ഒരു പാർക്കിംഗ് ഇല്ല. ഇത് ആർക്കാണ്ട് വേണ്ടി, കുറേ ലോബികൾക്ക് വേണ്ടി ഇപ്പം ഒരു 10 വർഷം കൊണ്ട് ഇത് തന്നെ നടക്കുന്നത്. കുറേ ലോബികളെ വളർത്തണം, അല്ല പാവം പിടിച്ചവനെ ഗുണപ്പെടുത്താനോ കൊണ്ടായല്ല. മരുന്ന് 2 മരുന്ന് 4 മരുന്ന് പുറത്തുനിന്ന് മേടിച്ച്. ഇതാ അവസ്ഥകൾ. വേണേ ചീട്ടെടുത്ത് തരാം. പുറത്തുനിന്ന് മേടിച്ച ചീട്ടെടുത്ത് തരാം. ഇപ്പോൾ ഇല്ല, പോലീസിനേക്കാളും കഷ്ടമാണ്. നിങ്ങളുടെ വീഡിയോ ഇല്ലേ, നിങ്ങളൊന്ന് നോക്കുന്നു. നിങ്ങളകത്തോട്ട് കയറി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാറ്റം ഇവിടുത്തെ പാവം പിടിച്ച ജനങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളെപ്പോലുള്ള, ഞാൻ ST വിഭാഗത്തിൽപ്പെട്ടതാണ്. ഞങ്ങൾ കാശില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒറ്റ കക്ഷിയാണ്. പച്ചമലയാളം ഞാൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഒറ്റ കക്ഷിയാണ്. ഒരു രോഗിയും കൊണ്ട് വരുന്ന റോഡായത്. ഒരു ആംബുലൻസ് വരണമെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യം ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടുതലായിപ്പോൾ. ഈ റോഡ് ആദ്യം നോക്ക്. ഒരു അത്യാവശ്യത്തിന് ഒരു ആംബുലൻസ് കയറി വരുന്ന റോഡായത്. ഇവന്മാരൊക്കെ എന്താ ഉണ്ടാക്കാൻ കിടക്കുമോ ഇവന്മാരെ കൊച്ചുമക്കളെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടോ? ഇവന്മാരെ കൊച്ചുമക്കളൊക്കെ MBBSും LLBയും പഠിക്കാനൊക്കെ വേണമെങ്കിൽ കാശ്, സാധാരണക്കാരുടെ കാശ് എടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ. ഇവിടെ ഏറ്റവും വലിയൊരു മുതിർന്ന ആളുണ്ടല്ലോ, അവർ പോയി പിച്ച എടുക്കട്ടെ റോഡിൽ പോയി. സാധന സൗകര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് പെടുക്കാൻ, ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ? പെടുക്കാനോ തുറന്ന് പറയട്ടെ, ഒന്ന് പെടുക്കാനോ ഒന്ന്
ബാത്റൂമിൽ പോകാനാണ് ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ. ഡോക്ടർമാരുടെ ജീവനക്കാരുടെ സമീപനം എങ്ങനെയാണ്? അത് പക്കെ. മരുന്നൊക്കെ ഉണ്ടോ ഇവിടെ ആവശ്യത്തിന്? അതോ പുറത്ത് മരുന്ന് ഇപ്പം ഇന്നലെ ഞങ്ങൾ ആശുപത്രി വന്ന് മരുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. കണ്ടിടത്തോളം നമുക്കൊരു സൗകര്യമില്ല കേട്ടോ. നമുക്കൊരു ബാത്റൂമോ ഇന്നലെ രാത്രി അവിടെ കിടന്നപ്പം എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. ഞാൻ ബാത്റൂം ഇല്ല. അങ്ങനെ അത്രേ ഉള്ളൂ. ബാത്റൂം ഇല്ല. കണ്ടോ നിങ്ങൾ അതോടെ പിടി കണ്ടോ പിണറായി സർക്കാർ ഓക്കെ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ സർക്കാർ ഓക്കെ കേട്ടോ. വൃത്തിയോട് പറയരുത് കേട്ടോ. അല്ല എനിക്കിഷ്ടമുള്ള എന്നോട് ചേച്ചി ഇവിടുത്തെ അടിസ്ഥാന സൗകര്യമൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. രോഗികൾ വരുന്നു, ഡോക്ടർമാരുണ്ട്, നോക്കുന്നു, പോകുന്നു, ഗുളിക മരുന്നും ഉണ്ട്. പിന്നെ ഇവിടുന്നൊക്കെ കോന്നിയിലാക്കിയെന്നോ എന്ത് വന്ന് അയാളൊക്കെ പറയുന്നത് കേട്ടു. ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ടോ? ഒത്തിരി നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരുന്നുണ്ടോ? ആളുണ്ട്. വീട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറൊക്കെ കാണത്തുള്ളൂ. പിന്നെ മരുന്നുകളൊക്കെ കുറച്ചൊക്കെ വെളിയിൽ നിന്നാണ് വരുന്നത്. മരുന്നൊക്കെ വെളിയിൽ നിന്നാണ്. ഒരുമാതിരി ഇവിടെ വില കൂടിയ മരുന്നൊക്കെ ഇവിടെ കിട്ടത്തില്ല, എല്ലാം വെളിയിൽ നിന്നാണ്. പിന്നെ നമ്മൾ വെളിയിൽ പോയി കാശ് കൊടുത്ത് മേടിച്ചോണം. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ബാത്റൂം നല്ല ഇല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ക്യൂ നിൽക്കണം, ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർമാരുടെ ജീവനക്കാരുടെ സമീപനം എങ്ങനെയുണ്ട്? ഡോക്ടർമാർ നമ്മൾ അങ്ങനെ ഭാര്യയും കൊണ്ടൊക്കെയാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഡോക്ടർമാരൊന്നും കുഴപ്പമില്ല. മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽപ്പെടുന്നതാണ്. ഇവിടെ കൂടുതലായിട്ട് ഇനി എന്താ വേണ്ടത്? ഇവിടെ എന്തോ ആശുപത്രി നല്ലതാക്കണം, എമർജൻസി ഒക്കെ കാഷ്വാലിറ്റിയൊക്കെ നല്ല ഇതാകണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കിടപ്പ് സൗകര്യം, ബാത്റൂം, വെള്ളം. പിന്നെ ഈ രണ്ട് സൈഡിലെ പാർക്കിങ്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല. ഈയിടെ ആശുപത്രി കൊണ്ടുവന്ന് വണ്ടി വെച്ചോണ്ട് അവർ ഇവിടെ വെക്കാൻ പറ്റത്തില്ല, വെളിയിലെങ്ങാനും കൊണ്ടുവച്ചോണം. നമ്മൾ എമർജൻസി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പറഞ്ഞ പോലെ തന്നെ ബാത്റൂമൊക്കെ കൊള്ളത്തില്ല. പിന്നെ അഡ്മിറ്റായി കിടന്ന വെള്ളമില്ല. പിന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ. പിന്നെ മരുന്നിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കും. പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. പിന്നെ രാത്രി ആകുമ്പോൾ വേറൊരു സ്ഥലത്ത്, രാവിലെ വേറൊരു സ്ഥലത്ത്, അങ്ങനെ കുഴപ്പങ്ങൾ. ഡോക്ടർമാരൊക്കെ നല്ല ഇടപെടലാണ്. ഡോക്ടർമാരൊന്നും വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. ടോയ്ലറ്റ് സൗകര്യമൊക്കെ നല്ലതാണോ? അല്ല, അതൊന്നും മോശം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. ഡോക്ടർമാർക്ക് കുഴപ്പമൊന്നുമില്ല, ജീവനക്കാർക്ക് കുഴപ്പമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ്, ഭയങ്കര നമ്മളെ എല്ലാം സഹിക്കുക. നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ LDP എന്ന് പറഞ്ഞാൽ, എനിക്ക് സർക്കാർ എന്ന് പറഞ്ഞാൽ വലിയ ജീവനായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചിലെ മുതലേ LDP എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ LDP എന്ന് പറയാൻ എനിക്ക് ജീവനായിരുന്നു. അത് ഇന്ന് വരെ ആ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പം എനിക്ക് അത് മാറും, ഞാൻ മിക്കവാറും മാറും. ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങൊക്കെ പുതിയതായിട്ട് പണിതൊക്കെ വരുന്നതേ ഉള്ളൂ. അത് അതിൻ്റെ രോഗികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയും മറിച്ചുമൊക്കെ വേണ്ടതെല്ലാം ചെയ്യാൻ അതിൻ്റെതായ ചെറിയ താമസങ്ങളൊക്കെ ഉള്ളൂ, എല്ലാ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർമാരൊക്കെ നല്ല സമീപനമാണ്, നല്ല ചികിത്സയുമാണ്. പഴയതിനെക്കാട്ടിലൊക്കെ വളരെ മാറ്റമുണ്ട്. സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തീർത്ത് പറയാനും ഒക്കത്തില്ല, പറഞ്ഞിട്ട് കാര്യവുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതെല്ലാം അഴിമതി പോലെയാണ് നടക്കുന്നത്. ഒരു വഴിയില്ല, കെട്ടിടം പണിയുന്നു, 10 രോഗികൾ വന്നാൽ നടക്കാനൊന്നും ഇല്ല. സാറേ ഞാൻ പറയുന്നു പറഞ്ഞാൽ നടക്കാനൊന്നും, എല്ലാവരും ഇവിടെ വന്ന് ഇറങ്ങിയാൽ അവിടെ റോഡിലാണെങ്കിൽ വണ്ടി കിട്ടത്തില്ല, അതിന് നിയന്ത്രിക്കാൻ ആളല്ല. ഇനി ഇത് വഴിയില്ല, എല്ലാവരും നടന്നു പോകാൻ, പ്രായമുള്ളവർക്ക് നടന്നു പോകാൻ പറ്റുകയില്ല, ഇവിടുന്ന് അങ്ങ് പോകണം. നേരത്തെ ഹോസ്പിറ്റലുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു, അവിടെ ഇറങ്ങാം, അവിടെ പോകാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ല, അടിസ്ഥാനം ഒന്നുമില്ല. ഇവിടുത്തെ ഡോക്ടർമാരുടെ ജീവനക്കാരുടെ ഒക്കെ പെരുമാറ്റം എങ്ങനെയാണ്? ഡോക്ടർമാരുടെ നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞാലേ കാശുണ്ടെങ്കിലേ എല്ലാവരും ഉണ്ട്, കാശില്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരാളിനെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കാം, എനിക്ക് ഒരാൾ കൂടെ വേണമെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ആളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അത് ഗവൺമെൻറ് എന്താ തീരുമാനിക്കുകയല്ലോ. വന്നാൽ താഴെ വീണുമല്ലോ, പൊക്കോണോ എന്ന് പറയും. ഇവിടെ ഇരിക്കാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല, ഇരുട്ടി കഴിഞ്ഞാൽ നിൽക്കാനൊക്കത്തില്ല.
ശരി ഇരിക്കട്ടെ, അതൊക്കെ പല ആളും പല രീതികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു സൗകര്യമേ ഇല്ല. ഇത് ചോദിക്കാൻ ഡോക്ടറുമില്ല, ഇവിടെ MP ഇല്ല, MLA ഇല്ല, ഒരുത്തരുമില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. ഇനിയിപ്പോൾ അവിടെ ഒരു പാലം കെട്ടുന്നു സാറേ, അവിടെ കെട്ടുന്ന പാലത്തിന് അടിവശത്ത് ഇപ്പം നടന്നു പോകാനൊക്കത്തില്ല, മണ്ണ് വാരിയിട്ടേക്കുക, മനുഷ്യൻ വീണ് ചത്തുപോകും. ഇതൊക്കെ നിയന്ത്രിക്കാൻ ആരും ഇല്ല. മരുന്നുകൾ ആവശ്യത്തിനുണ്ടോ അതോ പുറത്തുനിന്ന് വേണം? മരുന്ന് പുറത്തുനിന്നല്ല, ഇവിടെ ഉള്ള മരുന്നൊക്കെ കിട്ടും, അത് കുഴപ്പമൊന്നുമില്ല. മരുന്നിന് കുഴപ്പമൊന്നുമില്ല. മരുന്നിന് അവിടെ നിന്ന് എഴുതി തരുന്ന മരുന്ന് ഇവിടെ തരും, അത് വാങ്ങിക്കും. അത് എഴുതി തന്നാലും അത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ടോയ്ലറ്റ് സൗകര്യമൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ടോയ്ലറ്റ് മൂത്രപ്പുരയൊക്കെ? ആ സാറേ, അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ വഴി ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അത് ആൾ വരുന്നത് പോലെയുള്ളൂ. ഇപ്പോൾ അവരുടെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആൾ വന്ന അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. പല പല രീതികളാണ്, പല രീതിയെന്ന് പറഞ്ഞാൽ പല രീതികളാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിക്കാരെയും കുറ്റം പറയാൻ പറ്റുകയില്ല, ആരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു MLAക്ക് തീർത്ത് വേണോ, ഒരു പഞ്ചായത്ത് മെമ്പർ വേണോ, അതിനാരും ഇല്ല. അത് ചോദിക്കാനോ പറയാനോ ആരുമില്ല. മന്ത്രിയെപ്പറ്റി നമുക്ക് വീണ ജോർജിൻ്റെ എന്ന് പറഞ്ഞാലും പറ്റുകയില്ല. ഇത് പഞ്ചായത്ത് മെമ്പർ ചോദിക്കണം. വികസനം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ആവശ്യമൊന്നുമില്ല, അവർ പണിയുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന് പറഞ്ഞാലേ വരുന്നു പോകുന്നു, വേറെ ഒന്നും പറയാനൊക്കെ ഇല്ല. ഓരോരോ ആൾക്ക് ഓരോരോ ലൈനും ഓരോരോ രീതികളുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഡോക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നത്, സ്റ്റാഫ് ആയാലും ശരി. എൻ്റെ വീട് ചെങ്ങന്നൂരിനപ്പുറം കൊല്ലവടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. മരുന്നൊക്കെ എല്ലാം ഉണ്ടോ? മരുന്നൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരും? പുറത്തുനിന്ന് ചിലതൊക്കെ മേടിക്കേണ്ടതായിട്ട് വരും, ചിലത് ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ടല്ലോ. ടോയ്ലറ്റ് സൗകര്യമൊക്കെ അതിപ്പോൾ ഞാൻ പറയില്ലേ, പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ആശുപത്രിയുടെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവിടെ ഉണ്ട്, അത് രോഗികൾക്കും ഉണ്ട്. നമ്മൾ ചെയ്യാതിരിക്കാനൊക്കത്തില്ലല്ലോ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെങ്ങന്നൂർ താലൂക്കില്ല, സജി ചെറിയാൻ്റെ. പിന്നെ നീ ആശുപത്രി വികസനം പുള്ളി ചെയ്യുന്നുണ്ട്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ നീ ഇവിടെ ഉള്ളവരുടെയൊക്കെ ചോദിച്ചാൽ മണ്ഡലമാണ് ആരോഗ്യമന്ത്രി. നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആശുപത്രിയിലെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കെല്ലാം കിട്ടും. പിന്നെ ഡോക്ടർമാരെ നമ്മൾ വീട്ടിൽ ചെന്ന് കാണുന്നതെല്ലാം നമ്മൾ ഇവിടെ വന്ന് കണ്ടു, എക്സ്റേ എടുത്ത് ECG എടുത്ത് ഇതെല്ലാം നമുക്ക് ഒരുപാട് പൈസയൊന്നും ആയതൊന്നുമില്ല. 2500 രൂപ 3000 രൂപ കൊടുക്കുന്നിടത്ത് നമുക്ക് 8000 രൂപ അടുത്ത് 800 രൂപ അടുത്ത് ആയുള്ളൂ. അതൊരു ആശ്വാസമായിട്ടുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പം തന്നെ ഞങ്ങൾ TC സ്കാൻ എടുത്തത് ഞങ്ങൾക്ക് 860 രൂപയതേ ഉള്ളൂ. പുറത്തെടുക്കാന്നെങ്കിൽ ഞങ്ങൾക്ക് 10,000 രൂപ ആകത്തില്ലേ? വളരെ ഡീസൻ്റ്. ഞാനിപ്പോൾ കണ്ട ന്യൂറോ ഡോക്ടർ വളരെ ഡീസൻ്റ്, ഒരു സഹോദരനെ പോലെ നമ്മളൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മുടെ രോഗവിവരങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് നമ്മൾ എന്ത് അസുഖമാണുള്ളത് അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട രീതികളും എക്സസൈസ് ആണെങ്കിലും അതെല്ലാം പറഞ്ഞു തരും. എല്ലാ കാര്യവും പറഞ്ഞു. കുഴപ്പമില്ല. മരുന്നൊക്കെ എങ്ങനെയുണ്ട്? മരുന്ന് അടിപൊളി മരുന്ന് വന്നില്ല, ഒന്നും മേടിക്കാൻ പുറത്തോട്ട് മേടിക്കേണ്ടി വരും. ചില മരുന്നുകളൊക്കെ ചില ആശുപത്രിക്കകത്ത് ഇല്ലാത്ത മരുന്നുകളൊക്കെ പുറത്തോട്ട് അത് ഞാൻ പറഞ്ഞില്ലയോ. ഇവിടുത്തെ പണി വികസനം, ഞാൻ ഇന്നാണ് ഇവിടെ വരുന്നത്, ഇന്നല്ല ഇത് 2ാമത്തെ ദിവസം ഇവിടെ വരുന്നത്. ഇവിടുത്തെ ആശുപത്രി വികസനത്തെ പറ്റി കൂടുതൽ അറിയത്തില്ല, എങ്കിലും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, വികസന പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആശുപത്രിയുടെ പണി നടന്നിരിക്കുക, പുതിയ ആശുപത്രി ഉണ്ടൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പിന്നെ സർജറി മൊത്തം പിന്നെ റാന്നിയിലോട്ട് മാറ്റിയെന്നാണ് പറയുന്നത്. പിന്നെ കോന്നിയിലോ റാന്നിയിലോട്ടുണ്ട് മാറ്റിയെന്നാണ് പറയുന്നത്. അവിടെ ഓപ്പറേഷൻ്റെ ഇവിടെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് മാറ്റിയേക്കുക എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല, പറയാതിരിക്കുമോ ഭേദം. അങ്ങനെ ഞങ്ങൾ ഓർത്തോ വാർഡിലാണ് കിടന്നേ. ഒരു സന്ധ്യ കഴിയുമ്പം അവിടെ ആണുങ്ങളെ കയറ്റാത്തൊരു വാർഡാണ്. അവരെല്ലാം 6 മണിയാകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും പോകും, വരുന്നവരൊക്കെ 4 മണിക്ക് ഇവിടെ കയറ്റത്തുള്ളൂ. പക്ഷേ സന്ധ്യ കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു മൂലയുണ്ട് സൈഡ്, ഭയങ്കര തിരക്ക്. നമുക്ക് അന്ന് ബാത്റൂമിലൊന്ന് പോകാനോ കുളിക്കാനോ ഒന്നും ഒക്കാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ. അവന്മാരുടെ പരിപാടിയാണ് അവിടെ. രോഗികളുടെ കൂടെ വരുന്നതാണോന്നൊന്നും നമുക്കറിയത്തില്ല ആരാന്ന്, അതൊന്നും അവിടെ ശ്രദ്ധിക്കാൻ സെക്യൂരിറ്റികളൊന്നുമില്ല. അല്ലാതെ നമ്മുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ പിടിച്ചിറക്കി ഇവിടെ സെക്യൂരിറ്റി മുൻകൈ. ഞങ്ങൾ പല പ്രാവശ്യം അവിടെ ഒന്ന് പരാതി കൊടുത്താൽ സെക്യൂരിറ്റിയുടെ മുമ്പിൽ അവർ വന്നൊന്ന് നോക്കിയിട്ട് പോകുമല്ലാതെ ഒരു പോംവഴിയും കണ്ടിട്ടില്ല. ഞാൻ അവിടുന്ന് 6-8 ദിവസം കിടന്നാൽ 8 ദിവസം അവിടെ തന്നെയായിരുന്നു.
മോശം അനാവശ്യമായിരുന്നു. ആയിരുന്നു. മോശമായിരുന്നു. ആ ഈ ബീഡി വലിയും കഞ്ചാവ് വല്ലമായിരിക്കും, എനിക്കതൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. ആ ഒരു ബാത്റൂം ഭാഗത്തോട്ട് പെണ്ണുങ്ങൾക്ക് ചെല്ലാനൊക്കത്തില്ലായിരുന്നു ഒരു 8 മണി കഴിഞ്ഞാൽ. പിന്നെ വേറെ ഒരു ഈ ഡോക്ടർമാരുടെയും ജീവനക്കാരൊക്കെ പെരുമാറ്റം എങ്ങനെയാണ്? ഡോക്ടർമാരും ജീവനക്കാരും ഒന്നും നല്ല ഇതായിട്ടാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. ഈ എന്നെ സുരേഷ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത 2 മുട്ടും നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം നല്ല ഇതായിട്ടാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. മരുന്നൊക്കെ ആവശ്യത്തിനുണ്ടോ അവിടെ? മരുന്നൊക്കെ ഉണ്ട്. അതോ പുറത്തുനിന്ന് മേടിക്കണ്ടോ? നമുക്ക് ഇൻഷുറൻസിൻ്റെ കാർഡുണ്ടായിരുന്നു, അതുകൊണ്ട് മരുന്നിനൊന്നും ഞങ്ങൾ വെളിയിൽ നിന്നൊന്നും മേടിച്ചില്ല. ടോയ്ലറ്റ് സൗകര്യം വളരെ കുറവാണ്. അതൊക്കെ അവിടുത്തെ കൂടുതലും പ്രശ്നങ്ങൾ. അല്ലാതെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ക്യൂ നിൽക്കുന്നതായിട്ട് വരുന്നുണ്ടോ ഒത്തിരി നേരം? അതിവിടെ നമ്മൾ OP ടിക്കറ്റൊക്കെ എനിക്ക് കാലം ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് അതേപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇവിടെ എന്തൊക്കെ വികസനം ഇനി കൂടുതലായിട്ട് വേണ്ടത് ഈ ആശുപത്രിയിൽ? ഇവിടെ എല്ലാം ഉള്ളത് പറഞ്ഞാൽ എല്ലാ വികസനവും വേണം. ഞങ്ങളിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. മന്ത്രിയുടെ മണ്ഡലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഉദ്ഘാടിക്കാൻ മാത്രം മന്ത്രി ഇങ്ങനെ വന്നാൽ മതിയല്ലോ. ഇവിടെ അവിടെ വേണ്ട ഉദ്ഘാടനം ഉണ്ട് KSABയുടെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് പോസ്റ്റ്. നമ്മൾ ആ പാർട്ടിക്കാരെ വോട്ടും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നവരുവാ. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ഭയങ്കര ഇതാണ് ഇവിടെ. നമ്മൾ മണിക്കൂറുകളോളം നിന്നാലും OP ടിക്കറ്റൊന്നും അവിടെ കിട്ടത്തില്ല. അതുപോലെ ഭയങ്കര അതുപോലെ ആരെയും കുറ്റമല്ല, അതുപോലെ ആൾക്കാരാണ് കുട്ടിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട്. ഇപ്പം പിന്നെ എല്ലാം കോന്നിയിലോട്ട് മാറുമല്ലോ. അപ്പം ഞങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിൽ ആവശ്യം വരുമ്പം പോകുന്നേ. അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ നല്ല ഇതാണ്. അവിടെ തുടങ്ങിയല്ലോ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്നും കംപ്ലൈൻറ്റാണ്. ഇന്നല്ല എന്നും പത്തനംതിട്ട ആശുപത്രിയിൽ എന്നും കംപ്ലൈൻറ്റേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. അവിടെ എത്രയോ കാലം തൊട്ട് വരുന്നത് ഞങ്ങളൊക്കെ. ഞങ്ങൾ വീട് വള്ളിക്കോടാ അടുത്താ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരും ഇങ്ങോട്ടല്ലേ ഓടുന്നേ. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിന് 2 മാസത്തിന് മുമ്പ് ഒരു അറ്റാക്ക് വന്നു. അറ്റാക്കാന്ന് പറയുമ്പോൾ 4ാമത്തെ പുള്ളിക്ക് വേദന വന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് 1.5 മണിക്കൂർ അവിടെ കിടത്തി. അന്നേരം ഒന്നും അവിടുത്തെ ആ ഒരു ഡോക്ടർ ഒരു കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെണ്ണിനെ. അപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഡോക്ടറെ ഇത് കണ്ടില്ല, ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ബഹളം വെച്ചപ്പോൾ ആ ഡോക്ടർ പിന്നെ ഒന്ന് നോക്കിയിട്ട് ഒരു ECG എടുത്തു. പിന്നെ ഞങ്ങൾ കൂടുതൽ കോട്ടയത്തിനെ കൊണ്ടുപോയിരുന്നു. ഇവിടെ പോയി 5 ഗ്രാം 5+ ഒക്കെ ചെയ്തു. അങ്ങനെ ചിലരൊക്കെ ഉണ്ട്, അല്ലാതെ എല്ലാ ഡോക്ടർമാരും ഒന്നും അങ്ങനെയല്ല. നമ്മൾ ചെല്ലുമ്പോഴേ അവർ എല്ലാം നോക്കും. അങ്ങനെ ഒരു ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മരുന്ന് കൃത്യമായിട്ടുണ്ടോ അവിടെ? മരുന്ന് ഒന്നുമില്ല. ക്യൂ നിന്ന് ചെല്ലുമ്പോൾ ചിലപ്പോൾ 2 പാരസെറ്റമോളായിരിക്കും തരുന്നത്. മരുന്നൊന്നുമില്ല. മരുന്നെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നത്. പാരസെറ്റമോളേ ഉള്ള അവിടെ കിട്ടുന്നത്. പിന്നെ ഏതാണ്ടൊരു കുഞ്ഞു ഗുളിക ശ്വാസം മുട്ടലിൻ്റെ അതും കിട്ടും. അല്ലാതെ എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നത്. കുട്ടികൾക്ക് ഉള്ള മരുന്നൊക്കെ ഉണ്ട്, അല്ലാതെ നമുക്ക് അറിവുള്ളവർക്കുള്ള മരുന്നൊന്നുമില്ല. അത് കാലങ്ങളായി ഇപ്പം കിട്ടിയിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.